24 ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ത്രികോണ പോരാട്ടം ശക്തമായ തിരുവനന്തപുരത്തെ നേമത്ത് SDPIയുടെ പിന്തുണ LDFന്. പി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുന്നത് BJPയെ തോൽപ്പിക്കാനാണെന്ന് SDP സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ് 24നോട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് പാർട്ടി നിലപാട് തീരുമാനിച്ചിട്ടില്ലെന്നും CP അബ്ദുൽ ലത്തീഫ് പ്രതികരിച്ചു. നേമത്ത് LDFനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു പോളിസി തന്നെ ഉണ്ടായിരുന്നു, BJPയെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേമത്ത് അവർക്ക് പിന്തുണക്കും. കേരളത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി ഫൈസി വ്യക്തമാക്കി. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് പ്രതികരിച്ചു. ആര് വോട്ട് ചെയ്താലും ഞങ്ങളിപ്പോൾ ചാപ്പ കുത്തി ഇന്നിന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ നിലപാട്, ആ നിലപാട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിലപാട് വികസനത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ടുള്ളതാണ്. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, നേമത്ത് ഇപ്പോൾ ഈ SDPIയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പിന്തുണ ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ ഒരു നയം സ്വീകരിച്ചിട്ടുണ്ടോ? കാരണം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ തവണ ഒരു പോളിസിയുടെ ഭാഗമായി അവർ ഈ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് തൊട്ടടുത്ത വലിയ ശക്തി ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, മതേതര വോട്ടുകൾ എന്ന നിലയിൽ എന്നാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിച്ചത്. ഈ തവണ ഈ വർഗീയ കക്ഷികളുമായി ഒരു കൂട്ടുകെട്ടുമില്ലെന്നും അവരുടെ വോട്ടുകൾ വേണ്ട എന്നുമുള്ള നിലപാടാണ് CPIM പരസ്യമായി എടുത്തിരിക്കുന്നത്. ആ നിലപാട് നിലനിൽക്കെ എന്താണ് SDPI ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം? നേമത്ത് മാത്രം ഇടതു മുന്നണിക്ക് പിന്തുണ എന്നതാണോ? മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി തന്നോ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്? GK, സംസ്ഥാന വ്യാപകമായി കേവലം 45 സീറ്റുകളിലാണ് SDPI നേരിട്ട് മത്സരിക്കുന്നത്. അപ്പോഴും ബാക്കി 95 മണ്ഡലങ്ങൾ അവിടെ ബാക്കിയാണ്. ഈ 95 മണ്ഡലങ്ങളിലും ഭൂരിഭാഗം ഇടങ്ങളിലും ഇടതുമുന്നണിക്ക് ഇത്തവണ SDPI പിന്തുണ നൽകിയേക്കുമെന്നുള്ളതാണ് SDPIയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ SDPIയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. നേമത്ത് അത് സ്ഥിരീകരിക്കുന്നു അദ്ദേഹം ഇതിനോടകം തന്നെ. നേമത്ത് LDFനായിരിക്കും പിന്തുണ നൽകുക എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അതത് മണ്ഡലങ്ങളുമായി സംസാരിച്ച ശേഷം അതിലൊരു അന്തിമ രൂപത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വായിക്കാൻ കഴിയും തങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് വോട്ട് നൽകേണ്ടതില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് പലയിടങ്ങളിലും SDPIയുടെ വോട്ട് വേണ്ട എന്ന് UDF സ്ഥാനാർത്ഥികളും നേതൃത്വവും പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വോട്ട് നൽകേണ്ടതില്ലല്ലോ, വോട്ട് ആവശ്യപ്പെടുന്നവർക്കല്ലേ അത് നൽകേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇത്തവണ SDPI LDFനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വേങ്ങരയിലടക്കം, വേങ്ങരയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സഭാവ്. അദ്ദേഹമാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം SDPIയുടെ വോട്ട് കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, SDPIയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സഭാവ്. അതെ, SDPI അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി, പരസ്യമായി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും SDPIയുടെ വോട്ട് തനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നേരിട്ട് തങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന, തങ്ങളുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ നേരിട്ട് പിന്തുണ നൽകുമെന്ന് SDPI ഉറപ്പിക്കുന്നുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കകം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുകൂടിയാണ് അദ്ദേഹം. ഇതിനകത്ത് ഇപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നത് മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സംസ്ഥാന പ്രസിഡന്റ് വരുത്തുന്നുണ്ടോ? അതുപോലെ തന്നെ മങ്കടയിലും മഞ്ചേശ്വരത്തിന്റെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചു ഗോപികൃഷ്ണൻ. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടും പാർട്ടിയുടെ നിലപാടും രണ്ട് തട്ടിലാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് മഞ്ചേശ്വരത്ത് ആരെ പിന്തുണയ്ക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മങ്കടയിലെ സാഹചര്യം. മങ്കടയിലെ സാഹചര്യത്തിലും ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ പൊതുവിൽ അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, പൊതുവിൽ ഇത്തവണ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാൻ SDPI ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ CP അബ്ദുൽ ലത്തീഫിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിഖിൽ, ഈ ഇടതുമുന്നണിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നേമത്ത് LDFനെ പിന്തുണയ്ക്കാൻ SDPI തീരുമാനിക്കുന്നത് SDPIയുടെ കണക്കുകൂട്ടലിൽ BJPക്ക് ഏറ്റവും ഒത്ത എതിരാളിയായി മാറാൻ പോകുന്നത് വി ശിവൻകുട്ടിയാണ്. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതിരിക്കാൻ ശിവൻകുട്ടിക്ക് പിന്തുണ എന്നതാണ്. അതാണ് അവരുടെ നയവും അതാണ് അവരുടെ ന്യായവുമെങ്കിൽ
മഞ്ചേശ്വരത്ത് സ്വാഭാവികമായിട്ടും ആ പിന്തുണ പോകേണ്ടത് UDF-നല്ലേ? കാരണം അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആണ് അവിടെ പ്രബല ഈ BJP-ക്കെതിരെ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJP-ക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ UDF-നല്ലേ അവരുടെ പിന്തുണ വരേണ്ടത്? തീർച്ചയായും GK സൂചിപ്പിച്ച ആ വാദമാണ് എടുക്കേണ്ടതെങ്കിൽ, അതായത് ഇപ്പോൾ അവർ അബ്ദുൾ ലത്തീഫ് എന്നോട് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ BJP താഴെ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് അവർ പറയുമ്പോഴും ചില അസ്വാരസ്യങ്ങൾ UDF നേതൃത്വവുമായി അവർക്കുണ്ട്. ഇപ്പൊ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ, അതായത് SDPയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരണം ലഭിച്ച ഇടങ്ങളിൽ നിന്ന് അത് രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ചില പ്രസ്താവനകൾ SDPയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പരസ്യമായ UDF-നുള്ള പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അവർക്ക് കഴിയാതെ വരുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ഉണ്ടായേക്കും. അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ ഒരു വിലപേശൽ തന്ത്രമായി ഇതിനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ചിലയിടങ്ങളെങ്കിലും ഞങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ, ഞങ്ങളോട് പിന്തുണ അഭ്യർത്ഥിക്കട്ടെ, അതിനുശേഷം നിലപാടെടുക്കാം എന്നുള്ളൊരു തരത്തിലേക്ക് SDPI പോകുന്നു എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. ഏതായാലും പൊതുവിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള, അവരുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അത് കൂടുതൽ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കിൽ ഒരൊറ്റ കാര്യം കൂടി, മങ്കടയിൽ അവിടെ മഞ്ഞളാംകുഴി അലിക്ക് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതിൽ, മഞ്ഞളാംകുഴി അലിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് അവിടെ ഒരു ലീഗ് വിമതൻ മത്സര രംഗത്തുണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തെ SDPI എങ്ങനെയാണ് കാണുന്നത്? മങ്കടയിലെ സാഹചര്യവും ഞാൻ സവിശേഷമായി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. മങ്കടയിൽ LDF സ്ഥാനാർത്ഥിക്ക്, അതായത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നയാൾക്ക് ഇപ്പോൾ പിന്തുണ നൽകാൻ SDPI തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇതുവരെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുമാണ് CP അബ്ദുൾ ലത്തീഫ് വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. നേമത്ത് SDPയുടെ പിന്തുണ ഇടതുമുന്നണിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്കായിരിക്കും. BJP-ക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കക്ഷിക്കായിരിക്കും മതേതര ചേരി എന്ന നിലയിൽ വോട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണയും നേമത്ത് ഇടതുമുന്നണിക്കായിരുന്നു വോട്ട് നൽകിയത്. അതൊരു നയത്തിന്റെ ഭാഗമായി സ്വീകരിച്ച സമീപനമാണ് എന്നാണ് SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതേസമയം തന്നെ ആശയക്കുഴപ്പം നിൽക്കുന്നത്, സംശയങ്ങൾ നിലനിൽക്കുന്നത് ഇത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് SDPയുടെ പിന്തുണ ആർക്കാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വേങ്ങരയിൽ SDPയുടെ പിന്തുണയോടുകൂടി നിന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ SDPയുടെ പിന്തുണ സ്വാഭാവികമായും ഇടതുമുന്നണിക്കായിരിക്കുമെന്ന് പറഞ്ഞു. SDPയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നേമത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന പരസ്യ പ്രഖ്യാപനവുമായി SDPയുടെ സംസ്ഥാന നേതൃത്വം വന്നിരിക്കുന്നത്. അവിടെയാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം പ്രസക്തമാകുന്നത്. ആരോടും ആരെയെങ്കിലും ചാപ്പകുത്തി വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന നിലപാടാണ് ഇടതുമുന്നണിക്കുള്ളത് എന്ന് പറഞ്ഞാൽ SDPയുടെ പിന്തുണ സ്വീകരിക്കുമെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയം തന്നെ ഇടതുമുന്നണി ശക്തമായ മതേതര നിലപാടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവും തുടരും. ആ നിലപാടിൽ മാറ്റമില്ല. അതേസമയം ആരെങ്കിലും പിന്തുണയ്ക്കാൻ വന്നാൽ ആ പിന്തുണയെ നിഷേധിക്കുകയുമില്ല എന്നാണ് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും SDPയുടെ പിന്തുണ നേമത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കാണെന്ന് പരസ്യമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.